വന്യമൃഗശല്യം പെരുകിയ സാഹചര്യത്തിൽ കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ കോർഡിനേഷൻ യോഗം ബന്ദിപ്പൂരിൽ തുടങ്ങി. കേരള, കർണാടക വനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരാണ് എത്തിയത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പ ചെയ്യുന്നു. സുർജിത്ത്, രൂക്ഷമായ വന്യമൃഗശല്യമാണ്. കേരളത്തിൽ മാത്രമല്ല, ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു സംയുക്ത സഹകരണത്തിൽ എങ്ങനെ ഇത് തടയാൻ കഴിയും എന്നതാവില്ലേ പ്രധാന അജണ്ട? ഹാഷ്മി, അത്തരത്തിൽ തന്നെയാണ് ഈ പല ഘട്ടങ്ങളിലും ഈ കർണാടക വനമേഖലയിൽ നിന്നുൾപ്പെടെ വിടുന്ന മൃഗങ്ങൾ കേരളത്തിൻ്റെ വനമേഖല കടന്ന് അത് ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തി ആളുകളെ ആക്രമിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് അടുത്തിടെ ഉണ്ടായ തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ബേലൂർ മക്കനയുടെ കാര്യത്തിലും അത്തരം സംഭവങ്ങളുണ്ടായി. ഇതെല്ലാം തന്നെ കർണാടക റേഡിയോ കോഡർ ഘടിപ്പിച്ച് വിട്ട മൃഗങ്ങളാണ്. അവയാണ് ഇവിടേക്ക് ഇറങ്ങി വന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യോഗം മൂന്ന് സംസ്ഥാനങ്ങളിലെയും ഉന്നതതല ഉദ്യോഗസ്ഥരും മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗം നടക്കുന്നത്. യോഗം ഏതാണ്ട് 11:30 കൂടിയാണ് ആരംഭിച്ചത്. ഇതിൽ തമിഴ്നാട് വനമന്ത്രിയായിട്ടുള്ള എം മതിവന്ദൻ ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല, ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. പക്ഷേ കർണാടക വനമന്ത്രി ഈശ്വർ ഖാണ്ഡ്രെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് നിന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ 15-അംഗ സംഘവും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു അറിയിപ്പ് കിട്ടുക, അതോടൊപ്പം തന്നെ ഇങ്ങനെ വന്യമൃഗങ്ങളെ തുറന്നു വിടുന്നതിൻ്റെ ആ ഒരു സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും ഈ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഈ ബേലൂർ മക്കനയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഈ തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിലും ഉണ്ടായത്. ബേലൂർ മക്കന ഒരാളെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ആ ഒരു സാഹചര്യത്തിലാണ് അത് ഈ വലിയ രീതിയിൽ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള നാഗർഹോളെ വയനാട് വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ വനമേഖല, ഒപ്പം തന്നെ നീലഗിരി വനമേഖലയുടെ മുതുമല അടക്കമുള്ള വനമേഖല, അതെല്ലാം തന്നെ ചേർന്ന് കിടക്കുന്ന ഭൂമിശാസ്ത്രമാണുള്ളത്. 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന വനമേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സമിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് രൂപം നൽകും. ഏത് തരത്തിലാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. ആ കാര്യങ്ങൾ കൃത്യമായി കേരളത്തിൻ്റെ വാദമുഖം കൃത്യമായി ഇവിടെ അവതരിപ്പിക്കപ്പെടും. കാരണം സംസ്ഥാന വനമേധാവി അടക്കം ഉള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ 3 സംസ്ഥാനങ്ങളും ഏതാണ്ട് സമാനമായ പ്രതിസന്ധി നേരിടുന്നവരാണ്. അപ്പോൾ സംയുക്ത സഹകരണത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് ആലോചിക്കുകയാണ്.